2018 ജൂൺ 8 അസമിലെ കാർബി ആംഗ്ലോങ് ജില്ലയിലെ പഞ്ചുരി കച്ചാരി ഗ്രാമം. വാട്ടർഫാളിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു നിലോത്പൽ ദാസും അഭിജിത് നാഥും. ആ നേരം ഇരുവരുടെയും ഫോട്ടോ വെച്ച് ഒരു വാട്സപ്പ് മെസ്സേജ് ഫോർവേഡായിക്കൊണ്ടേയിരുന്നു. രാത്രി 7:40 അവരുടെ കാർ ഗ്രാമവാസികൾ തടഞ്ഞു. ഇരുവരെയും വലിച്ചിറക്കി. അവർ ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. നിലവിളികൾ നിലച്ചു. കാങ്തിലെങ്സോ വാട്ടർഫാളിൽ വിനോദത്തിനും ഫോട്ടോഗ്രാഫിക്കും വന്നവരാണെന്ന് ശേഷം പോലീസ് പറഞ്ഞ അസം സ്വദേശികളുടെ കൊലക്ക് വഴിയൊരുക്കിയ ആയുധത്തിൻ്റെ പേര് ഫേക്ക് ന്യൂസ് എന്നാണ്. അകത്തിരുന്ന് ജനാധിപത്യത്തെയും സമാധാനത്തെയും കാർന്നു തിന്നുന്ന ചിതൽ. എങ്ങനെയാണ് അതൊരു കൊലപാതകിയും ജനാധിപത്യത്തിൻ്റെ വലിയ വെല്ലുവിളിയും ആയിത്തീരുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുറച്ചു മുമ്പത്തെ വാർത്താവതരണം കണ്ടില്ലേ? വെരിഫൈ ചെയ്യപ്പെട്ട വാർത്തകൾ അവതാരകൻ എഴുതി നോക്കി വായിക്കുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിക്ക് അനുകൂലമായിട്ട് ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറങ്ങന്റെ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയുന്നതും ഒരു വെരിഫിക്കേഷനും നടത്താതെ വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോർവേഡായി വരുന്നതും നമുക്ക് വാർത്തയാണ്. 2000 രൂപയിൽ നാനോ GPS ചിപ്പുണ്ട്. മുംബൈ ഭീകരാക്രമണ പ്രതി അജ്മൽ കസബിന് തൃക്കാക്കര പള്ളിയിൽ മയ്യത്ത് നിസ്കരിച്ചു. കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പാകിസ്ഥാൻ ഫ്ലാഗ്. എല്ലാം നമുക്ക് വാർത്തയാണ്. ഇതൊറ്റപ്പെട്ടവയല്ല. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന 100 പേരിൽ 60 പേരും നിത്യേന വ്യാജ വാർത്തകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പഠനം. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകളിൽ 2019 13 ഫാക്ട് ചെക്കുകൾ മാത്രമായിരുന്നുവെങ്കിൽ 2024 583 ഫാക്ട് ചെക്കുകൾ ചെയ്യേണ്ടി വന്നു. 30 മടങ്ങ് വർധനവ്. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കള്ളം ഇഷ്ടപ്പെടുന്നത്? സോഷ്യൽ മീഡിയ അൽഗോരിതം കണ്ടൻറ്റ് പ്രചരിപ്പിക്കുന്നത് സത്യമാകുന്നത് കൊണ്ടല്ല, ആളുകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ശ്രദ്ധിക്കുന്നത് ഭയം, ദേഷ്യം, ഞെട്ടൽ, വെറുപ്പ്, വികാരങ്ങൾ ഉണർത്തുന്ന വാർത്തകളാണ്. ട്രൂത്ത് ഈസ് നോട്ട് വൈറൽ, ഇമോഷൻ ഈസ് വൈറൽ. എന്തുകൊണ്ടാണ് ഇവ വിശ്വസിക്കുന്നത്? അതിന് 2 ടേംസ് പരിചയപ്പെടണം. എക്കോ ചേമ്പർ. നമ്മുടെ താല്പര്യങ്ങളെയും വിശ്വാസങ്ങളെയുമാണ് സോഷ്യൽ മീഡിയയിൽ ആവർത്തിച്ചു കാണുക. മറ്റൊന്ന് ഇല്യൂഷറി ട്രൂത്ത് എഫക്റ്റ്. പലതവണ കാണുമ്പോൾ സത്യമായി തോന്നുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് വിക്ടോറിയ പുറത്തുവിട്ട പഠനം കൂടെ ചേർത്ത് വായിക്കുക. തങ്ങളുടെ വിശ്വാസങ്ങളെ ശരിവെക്കുന്ന വാർത്തകൾ വേഗത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. ശരി, അതിൽ മാനദണ്ഡമേ അല്ല. ഒരു കള്ളം വീണ്ടും വീണ്ടും കാണുന്നു, വീണ്ടും വീണ്ടും കേൾക്കുന്നു, ഒടുവിൽ അത് സത്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് യുനെസ്കോ ഇതിനെ ഡിസിൻഫർമേഷൻ എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്, അഥവാ ഫേക്ക് ന്യൂസ് സംസ്കാരം. ഈ ഫേക്ക് ന്യൂസ് സംസ്കാരം നമ്മുടെ സാമൂഹിക ശരീരത്തെ തുണ്ടമാക്കാൻ പോകുന്നതാണ്. കമ്മ്യൂണിറ്റി ഡിവൈഡിന് ശ്രമിക്കുന്ന എത്രയോ വ്യാജ വാർത്തകൾ. 2021 പ്രസിദ്ധീകരിച്ച സോഷ്യൽ മീഡിയ ഫേക്ക് ന്യൂസ് ഇൻ ഇന്ത്യ എന്ന ഗവേഷണ പ്രബന്ധം ഇന്ത്യയിൽ പ്രചരിച്ച 419 ഫേക്ക് ന്യൂസുകൾ പഠനവിധേയമാക്കി. പ്രചരിച്ചവയിൽ ഏറ്റവും കൂടുതലുള്ളത് മതരാഷ്ട്രീയ കണ്ടൻറ്റുകളായിരുന്നു എന്നും അവ വെറും വ്യാജ വാർത്തകൾ മാത്രമല്ല, കമ്മ്യൂണൽ വയലൻസിന് കാരണമാകുന്നതോ അതിന് നിലമൊരുക്കുന്നതോ ആണ് എന്നും കണ്ടെത്തി. അഥവാ ഫേക്ക് ന്യൂസുകൾ മിസ്റ്റേക്കുകളല്ല, ആൾക്കൂട്ടാക്രമണങ്ങൾ ആവശ്യമുള്ളവരുടെ അജണ്ടയാണ്. 2013 മുസാഫർ നഗർ കലാപത്തിൻ്റെയും 2020 ഡൽഹി കലാപത്തിൻ്റെയും കാരണങ്ങളിൽ ഫേക്ക് ന്യൂസുകൾക്ക് അനിഷേധ്യ സാന്നിധ്യമുണ്ട് എന്നതിന് ഡസൻ കണക്കിന് പഠനങ്ങളുണ്ട്. 2023 ഹരിയാനയിലെ നൂഹിലും ഗുരുഗ്രാമിലും കമ്മ്യൂണൽ വയലൻസിൽ 2019 നടന്ന CAA വിരുദ്ധ സമരങ്ങളുടെ വീഡിയോകൾ എടുത്തും 2017 ബംഗ്ലാദേശിൽ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജനക്കൂട്ടം പ്രതികളെ തല്ലുന്ന വീഡിയോ കണ്ട് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നും വിശ്വസിക്കപ്പെട്ടു.
ഇതാണ് പ്രധാന കാരണമെന്ന് ഇരകളുടെ ലോയർ ത്വാഹിർ ഹുസൈൻ പറയുന്നുണ്ട്. ഇന്ത്യയിൽ 190ഓളം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ 2019 പഠനം മിസ്ഇൻഫർമേഷനും ആൾക്കൂട്ട ആക്രമണവും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ടെന്നും ഇത് വെറും ഡിജിറ്റൽ അജ്ഞത കൊണ്ട് മാത്രമല്ല, മുൻവിധികളും പ്രത്യയശാസ്ത്രപരമായ ധ്രുവീകരണവും കാരണം കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും കണ്ടെത്തി. ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരാണ് എന്ന ഒരു കള്ളം അസമിലെ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയെങ്കിൽ ഒരുപാട് കള്ളങ്ങൾ ജനാധിപത്യത്തെ ഒന്നടങ്കം കടപുഴക്കും. സമൂഹത്തെ ധ്രുവീകരിക്കുന്നു എന്നതുമാത്രമല്ല, ജനങ്ങളുടെ തീരുമാനം പക്ഷപാതമാകുന്നു. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമങ്ങളിലെ വിശ്വാസ്യത തകരുന്നു. ആരോഗ്യമുള്ള സമൂഹത്തിന് നഷ്ടമാണിതുകൊണ്ട്. ആർക്കാണു ലാഭം? സമൂഹത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വെറുപ്പ് രാഷ്ട്രീയത്തിന്, ക്ലിക്കുകളിൽ നിന്ന് വരുമാനം നേടുന്നവർക്ക്, അഭിപ്രായം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർക്ക്. ഫേക്ക് ന്യൂസ് ഒരു ശക്തമായ ആയുധമാണ്. നമുക്ക് പ്രതിരോധിക്കണം. നമ്മുടെ കൈകളിലൂടെ ഒരു വ്യാജവും കടന്നു പോകരുത്. നിശ്ചയമില്ലാത്തത് ഷെയർ ചെയ്യേണ്ടെന്നേ. ഒരു വാർത്ത കിട്ടിയാൽ ചിത്രമോ വീഡിയോയോ റിവേഴ്സ് ഇമേജ് സെർച്ച് ചെയ്ത് അതിൻ്റെ യഥാർത്ഥ ഉറവിടം പരിശോധിക്കുക. നമുക്ക് ആ ചിതലുകളോട് രാജ്യം വിട്ടുപോകാൻ പറയാം. 2018 ജൂൺ 8 ഒരു ഫോർവേഡ് 2 ജീവൻ കവർന്നു. അടുത്ത ഫോർവേഡ് ആരെയായിരിക്കും കവർന്നു കൊണ്ടുപോകുന്നത്? ഓരോ ഷെയറിനു മുമ്പും, ഓരോ ഫോർവേഡിനു മുമ്പും സത്യം പരിശോധിക്കുന്ന ഓരോ പൗരൻ്റെയും വിരലുകളിലാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ഭാവി.